ഓക്കെ. സോ നമ്മുടെ മാത്സിന്റെ ഷോർട്ട് ട്രിക്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് വീഡിയോയിലേക്ക്, അതായത് സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇത് നമ്മൾ അതിന്റെ വീഡിയോ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡാണ് കേട്ടോ. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് സ്ക്വയറിന്റെ കേസിലായിരുന്നു. ഇപ്പോൾ 104ന്റെ സ്ക്വയർ എങ്ങനെ കാണും, 109ന്റെ സ്ക്വയർ എങ്ങനെ കാണും എന്നാണ്. ആൻഡ് അതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടി ഉണ്ട്. ആക്ച്വലി 102ന്റെ സ്ക്വയർ കാണുക. 104 നമ്മളെങ്ങനെ പറഞ്ഞിരുന്നേ? കാണാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറയാം. 104ന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 100ന്റെ അടുത്തായിരിക്കണം. 109 വരെ ആ ഒരു 110ന്റെ ഉള്ളിലുള്ള നമ്പേഴ്സിനെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ 109 വരെയുള്ള നമ്പേഴ്സിനാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? 104 ആണെങ്കിൽ ലാസ്റ്റ് നമ്പർ ഇവിടെ 4 ആണ്. അതായത് 100നേക്കാൾ എത്ര കൂടുന്നുണ്ട്? 4 കൂടുന്നുണ്ട്. 4ന്റെ സ്ക്വയർ അവിടെ എഴുതി 16. ദെൻ 104 ഇവിടെ. 100നേക്കാൾ 4 ആണ് കൂടുന്നത്. സോ ഈ 104 പ്ലസ് ആ എക്സ്ട്രാ 4, 100നേക്കാൾ ആഡ് ആവും 4 നമ്മൾ ആഡ് ചെയ്യുന്നു 108. സോ 108 16 ആയിരുന്നു വന്നത്. ഇനി 102ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട് നോക്കാം. സോ 2 ആണ്. 2ന്റെ സ്ക്വയർ 100നേക്കാൾ 2 കൂടുന്നു. സോ 2ന്റെ സ്ക്വയർ എത്ര? നമ്മൾ 4 എഴുതി. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ? 102 പ്ലസ് 2 104 ഇവിടെ എഴുതിക്കും അല്ലേ? സോ 104 4 എന്നവിടെ എഴുതി വെച്ചാൽ ആൻസർ എന്താണ്? തെറ്റാണ്. അങ്ങനെയല്ല കേട്ടോ. കാരണം ഇവിടെ നമുക്ക് ഇവിടെ കണ്ടോ, ഈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് വരണം. അതായത് 102ന്റെ സ്ക്വയർ കാണുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് അഥവാ 100നേക്കാൾ എത്രയാണോ ആ നമ്പർ കൂടുന്നത് ആ നമ്പറിന്റെ സ്ക്വയർ കാണാറുണ്ട്. ഇവിടെ 2ന്റെ സ്ക്വയർ എത്രയേ വരുള്ളൂ? 4 വരുള്ളൂ. 4 എന്താണ്? ഇത് 1 ഡിജിറ്റ് ആണ്. നമുക്കിവിടെ 1 ഡിജിറ്റ് ഈ ഒരു മെത്തേഡിൽ പോസിബിൾ അല്ല. സോ എന്ത് ചെയ്യണം? ഇതിനെ 2 ഡിജിറ്റ് ആക്കി മാറ്റണം. പണിയൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാം? ഒരു 0 കൊടുക്കുക ടു ലെഫ്റ്റ്. അപ്പോൾ എന്തായി? കറക്റ്റായി. ഇനി എന്ത് ചെയ്യാം? 102 ആണ്. 102ന്റെ ഒപ്പം എന്ത് ചെയ്യണോ? രണ്ടും കൂടി ആഡ് ചെയ്യണു. സോ 104. ഇതാണ് എന്ത് വരിക? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സോ നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സോ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അതൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ ഒരു വീഡിയോ എന്തായാലും കാണാം കേട്ടോ. കാരണം ഇതൊരു സീരീസ് ആയിട്ട് വരുന്ന വീഡിയോസ് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് അടുത്തൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഡിസ്കസ് ചെയ്യാൻ ഇപ്പോൾ ഒരു 9 എടുക്കാം അല്ലേ? സോ അതായത് നമുക്കിപ്പോൾ 22 അഥവാ 33, 44 ഇതേപോലത്തെ നമ്പേഴ്സ് കേട്ടോ. 55, 66 അതേപോലെ വരുന്ന നമ്പേഴ്സ് അല്ലാണ്ട് 41 അതൊന്നും പറ്റില്ല. രണ്ട് നമ്പറും സെയിം ആയിരിക്കണം. 22, 44, 33 ഇങ്ങനെയുള്ള നമ്പേഴ്സ് നിങ്ങളോട് 9 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ലെറ്റ്സ് സേ 22 ഇൻറ്റു 9 നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെത്തേഡ് എന്താണ് പറയുന്നത്? എന്ത് ചെയ്യാം? ഇതിൽ 2 ഡിജിറ്റും സെയിം ആണ്. ഫസ്റ്റ് ഡിജിറ്റ് എപ്പോഴും എടുക്കുക. രണ്ടും സെയിം ആണ്. ഏതെടുത്താലും കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. 9 ഇൻറ്റു 2 18. 1 8 നടുവിൽ സ്പേസ് ഇട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 8 അവിടെ എഴുതി കൊടുക്കുന്നു. ആൻഡ് സെൻട്രൽ എന്ത് ചെയ്യുക? ഒന്നും നോക്കണ്ട, 9 എടുത്തിട്ട് കഴിഞ്ഞു. 22 ഇൻറ്റു 9 കാണാൻ പറഞ്ഞാൽ 9 ഇൻറ്റു 2 ഫസ്റ്റ് നമ്പർ എടുത്തു, 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു 18. 1 8 സ്പേസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 8 എന്ന് എഴുതി നടുവിൽ എന്ത് ചെയ്തു? ഒന്നും നോക്കണ്ട, 9 ഇട്ട് കൊടുത്തു. 33 ആണെങ്കിലോ 33 ഇൻറ്റു 9 എത്ര? 9 ഇൻറ്റു 3 9 9 20 കഴിഞ്ഞിട്ട് 9 27 2 7 സെൻറ്ററിൽ 9. 44 ആണെങ്കിലോ 44 ഇൻറ്റു 9 ആണെങ്കിൽ എന്താ വരിക? 94 എത്രയാണ്? 36 അല്ലേ? അല്ലേ? ഒരു 4 24 3 4 12 4 4 അതെ 94 36 3 6 9 9 സെൻറ്ററിൽ ഇട്ട് കൊടുത്ത് എന്തായി? 396. സോ പക്ക സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആലോചിച്ചോളുക. ഒക്കെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. 33, 44, 55, 66, 77, 88, 99 ഇത്തരം നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു മെത്തേഡ് നിങ്ങൾ പഠിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഏതൊക്കെ സിറ്റുവേഷൻസിൽ അപ്ലൈ ആവും കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. ഇനി നമുക്കൊരു അടുത്ത മെത്തേഡ് എടുക്കാം അല്ലേ? ലെറ്റ്സ് സേ 11 എടുക്കാം. 11 ഇൻറ്റു ഏത് നമ്പർ കൊടുക്കാം? ഈ ഒരു മെത്തേഡ് ഏത് നമ്പറിലും അപ്ലിക്കബിൾ ആണ് കേട്ടോ. സോ 11 ഇൻറ്റു 86 നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണയായിട്ട് 11 ഇൻറ്റു 86 എഴുതിയിട്ട് ഇങ്ങനെ കൂട്ടും. അതല്ലാണ്ട് ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 11 ഇൻറ്റു 86 നിങ്ങൾ എന്ത് ചെയ്യുക? 8 6 സെൻറ്ററിൽ സ്പേസ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 8 6 എന്ന് അവിടെ എഴുതിക്കും. എന്നിട്ട് 8ഉം 6ഉം കൂട്ടുമ്പോൾ എത്ര വരിക? 8ഉം 6ഉം എത്ര വരും? 6 6ഉം 12ഉം 2ഉം
14 അല്ലേ? സോ 1 അവിടെ ഇട്ട് കൊടുക്കുക, 4 ഇവിടെ ഇട്ട് കൊടുക്കുക. 14 വന്നു. ഈ 8ൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. സോ 9, 4, 6 എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്ര സിമ്പിളായി തോന്നണമെന്നില്ല ഉള്ള കാര്യം പറയല്ലോ. നമുക്കിപ്പോൾ ഇതിനേക്കാൾ മെത്തേഡ് സുഖം ഞങ്ങളുടെ പഴയ മെത്തേഡ് തന്നെയല്ലേ എന്ന് തോന്നാൻ. ബട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ മെത്തേഡ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻസിൽ ചെയ്യാൻ പറ്റുന്ന കേസിലുള്ള ഓപ്ഷൻസ് ആണ്. അതായത് കാൽക്കുലേറ്റർ നമുക്കില്ല, പെന്നും പേപ്പറും ഒന്നും എഴുതി കൂട്ടാണ്ട് ജസ്റ്റ് നമുക്ക് ആ നമ്പേഴ്സ് നോക്കി തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് എഫേർട്ട് ഇട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് വേണം കേട്ടോ. അടുത്തൊരു നമ്പർ നമുക്ക് നോക്കാം. അപ്പോൾ ലെറ്റ്സ് സേ 11 ഇൻറ്റു എന്തെടുക്കാം, ചെറുതെടുക്കാം, 29 നോക്കാം. സോ 2, 9 സ്പേസ് ഇട്ട് കൊടുത്തിട്ട് 2, 9 അവിടെ ഇട്ടു. 9, 2 ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 11. സോ 1, 1. ഈ 2ൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? 3 ആക്കി. 3, 1, 9, 319 ആൻസർ. നിങ്ങൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എഴുതലൊന്നും വേണ്ട, ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യും? ആൻസറിലേക്ക് എത്തും. ഇതിൻ്റെ ഉപയോഗം നിങ്ങൾ ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുന്നതായിരിക്കും. കാരണം സമയം കുറേ ലാഭിക്കാൻ പറ്റും, വേറെ ഒന്നുമില്ല. അടുത്ത് നോക്കാം. ലെറ്റ്സ് സേ 11 ഇൻറ്റു കുറച്ച് വലുതെടുക്കുക അല്ലേ? 643. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 2 ഡിജിറ്റിൻ്റെ കേസാണ്. ഇനി 3 ഡിജിറ്റ് ആകുമ്പോൾ എന്താ വരിക എന്നുള്ളത് നോക്കാം. 1 ഡിജിറ്റ് പറയാത്ത എന്താ വെച്ചാൽ ഡയറക്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 11 ഇൻറ്റു 7 എന്താ? 77. 11 ഇൻറ്റു 2 22. അത് ചെയ്യുന്നില്ല. സോ 11 ഇൻറ്റു 643 എന്ത് ചെയ്യണം? 6, 3 അവിടെ എഴുതിച്ചു. ഇനി 4, 3 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 4, 3 ആഡ് ചെയ്യുമ്പോൾ 7 അവിടെ എഴുതി. 6, 4 ആഡ് ചെയ്യുമ്പോഴോ 10 ആണ്. സോ 1 അവിടെ ഇട്ടു, 0 ഇവിടെ ഇട്ടു അല്ലേ? സോ 7. 7 എങ്ങനെ വന്നേ? 6ൻ്റെ ഒപ്പം 1 കൂട്ടിയതാട്ടോ. 7, 0, 7, 3. 7073 ആൻസർ ആയിട്ട് വരിക. ഒന്നും കൂടി നോക്കാം. ഇപ്പോൾ ലെറ്റ്സ് സേ 11 ഇൻറ്റു 923 നോക്കി നോക്കാം. 11 ഇൻറ്റു 923. ആദ്യം എന്ത് ചെയ്യണോ? 9, 3. 2, 3 എത്രയാ? 5. 9, 2 എത്രയാ? 11. 1, 1 അവിടെ ഇട്ടു. സോ 9, 1 എത്രയാ? 10. 15, 3. ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സിമ്പിളാണ് എന്ന് വിചാരിക്കണം. ഇത് 3 ആട്ടോ, 2, 5 ആണെന്ന് വിചാരിക്കരുത്, ഇത് 3 ആണ്. സോ ഇതൊക്കെ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം സമയം അവിടെ ലാഭിക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു മെത്തേഡ് കൂടി നോക്കാം അല്ലേ? സോ അതിന് മുന്നേ നിങ്ങൾ നെറ്റിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഫീസിൽ എന്ത് ചെയ്യാം? പേപ്പർ 1 മാത്രമേ നമുക്ക് നിലവിലുള്ളൂ. സോ പേപ്പർ 1ൻ്റെ കംപ്ലീറ്റ് കണ്ടന്റുകൾ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ചെറിയൊരു ഫീസ് മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അടുത്തൊരു മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് സേ 25 എടുക്കാം. 25 ഇൻറ്റു ഒരു നമ്പർ ഇപ്പോൾ ഏതെടുക്കാം? 64 നോക്കാം അല്ലേ? സോ 25 ഇൻറ്റു 64 എങ്ങനെ ചെയ്യാൻ പറ്റും തന്നെയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് സമയമെടുക്കും. ഇപ്പോൾ ഈ സമയം മാക്സിമം റിഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 25 എന്നുള്ളതിനെ നമുക്ക് 100/4 എന്ന് എഴുതിക്കൂടെ? 25 എന്ന് പറയുന്നതും 100/4 എന്ന് പറയുന്നതും മാത്തമാറ്റിക്കലി എന്താണ്? സെയിം ആണ്. സോ ഇതിനൊക്കെ എന്താക്കിയിട്ട് എഴുതാം? 100/4 ഇൻറ്റു 64. അതായത് ഈ 4ഉം 64ഉം കട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 4, 64 എങ്ങനെ കട്ട് ചെയ്യാം? 6ൽ എത്ര വട്ടം പോവും? ഒരു വട്ടം പോവും. ബാക്കി എത്ര? 2. 24 വരും. 24 അറിയുമ്പോൾ എത്രയാണ്? 4, 6, 24 അല്ലേ? 16. ഇങ്ങനെ എനിക്ക് ചെയ്യാം. ബട്ട് ഇതും കുറച്ചും കൂടി സമയം എടുക്കുന്നതാണ്. ഇതൊന്നും കൂടി നമുക്ക് സിമ്പിളാക്കി എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു നമ്പറിനെ 4 കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ട് ഹരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? പകുതി അല്ലേ? 64നെ 2 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 64ൻ്റെ പകുതി ചെയ്താൽ മതി. അപ്പോൾ 4 കൊണ്ടാണെങ്കിലോ? പകുതിയുടെ പകുതി. കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് 64 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നതാണ്. സിമ്പിളായി ചെയ്യാനും പറ്റും. ബട്ട് നമ്മുടെ ആവശ്യം എന്താ? നമുക്ക് എത്രത്തോളം അറിയും എന്നുള്ളതല്ല ഇവിടെ. എത്രത്തോളം സമയം റിഡ്യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. സോ ഇവിടെ 64 ഹരിക്കണം 4 എന്നുള്ളത് എന്ത് ചെയ്താൽ മതി? ഏതൊരു നമ്പർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പകുതി. അപ്പോൾ ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാലോ? പകുതിയുടെ പകുതി. അപ്പോൾ 64 ഹരിക്കണം 4 എന്ത് ചെയ്താൽ മതി? 64ൻ്റെ പകുതി എത്ര? 32. 32ൻ്റെ പകുതി എത്ര? 16. ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം. സോ 16 ആണെന്ന് പറഞ്ഞാൽ 16. അതിൻ്റെ അവിടെ 100 ആയതുകൊണ്ട് എന്ത് ചെയ്തു? 16, 0, 0. സോ 25 ഇൻറ്റു 64 പറഞ്ഞാൽ എന്താണ്?
1600 കാൽക്കുലേഷൻസ് ഒന്നും കാര്യമായിട്ട് വരുന്നില്ല. വേണ്ട, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം, കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടി. വലിയൊരു നമ്പർ നമുക്ക് എടുക്കാം. 25 ഇൻറ്റു 248. ഇത് ഞാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വഹിക്കുന്നതാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്തേ ഉള്ളൂ? മാക്സിമം ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. 100/4 ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ? 100/4 ഇൻറ്റു 248 ചെയ്താൽ മതി നമ്മൾ പറഞ്ഞു. ഇവിടെ നിങ്ങൾ 4 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം പോകും. വേണ്ട, എന്ത് ചെയ്താൽ അതിൻ്റെ പകുതിയുടെ പകുതി, ഇതിൻ്റെ പകുതി എത്രയാണ്? 1, 2, 4 അല്ലേ? 124 വരും. 124ൻ്റെ പകുതി എത്രയാണ്? 124ൻ്റെ പകുതി എത്രയാണ് നോക്കുക. 100 50, 24 12. സോ എത്ര വന്നു? 62. അവിടെ 2 0 ഉണ്ട്, 0 വഴി ഇട്ട് കൊടുത്തു, 6200. ആൻസർ കിട്ടി. പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക, മെത്തേഡ് മനസ്സിലാക്കുക, കുറേ നമ്പേഴ്സ് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, സിമ്പിളാണ്. അടുത്തൊരു നമ്പർ കൂടി നമുക്ക് നോക്കാം. 25 ഇൻറ്റു 488. സോ 100/4 ഇൻറ്റു 488 ആണ് നമ്മൾ പറയുന്നത്. എന്ത് ചെയ്യണം? 488ൻ്റെ പകുതിയുടെ പകുതി 200 വന്നു, അതായത് 244 വന്നു. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താ? 122. അപ്പുറത്ത് 2 0 ഉണ്ട്, 0 0. സിമ്പിൾ അല്ലേ? അടുത്തൊരു നമ്പർ നമുക്ക് നോക്കാം. 25 ഇൻറ്റു 38. 25 ഇൻറ്റു 38 100/4 തന്നെയാണ്. ഇൻറ്റു 38 ആകുമ്പോൾ എത്ര വരും? 38ൻ്റെ പകുതിയുടെ പകുതി എത്രയാണ്? 38ൻ്റെ പകുതി 16 അല്ലേ? കാരണം 15ഉം 4ഉം 16 വന്നു. സോറി, 16 എന്ന് പറഞ്ഞു, 19 കിട്ടും. 38ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 19. 19ൻ്റെ പകുതി എത്രയാ? 10ൻ്റെ പകുതി 5ഉം 9ൻ്റെ പകുതി 4.5. സോ 9.5. 9.5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 950. ആൻസർ കിട്ടി. സോ പ്രാക്ടീസ് നിങ്ങൾ അത്യാവശ്യം സീരിയസ് ആയിട്ട് എഫേർട്ട് ഇട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ കേസിൽ അത്യാവശ്യം നല്ല രീതിയിൽ സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സോ നമ്മുടെ മാത്തിൻ്റെ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ മാത്ത് ഹാക്ക് സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇനി ഡൗട്ടുകളുള്ള പോർഷൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ പേപ്പർ 1നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആ ഒരു പോർഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്? നിങ്ങൾക്ക് പേപ്പർ 1ൻ്റെ പെയ്ഡ് കോഴ്സ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ചെറിയൊരു ഫീസിലാണ് നമ്മൾ കൊടുക്കുന്നത്, അതുപോലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻസ് പറഞ്ഞാൽ നമ്മളത് വീഡിയോസ് ആയി ചെയ്യുന്നുണ്ടായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.